ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളിന്ന് കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. നമ്മൾ നെടുമ്പോയിലെത്തി കേട്ടോ, നെടുമ്പോയിൽ. അപ്പോൾ നെടുമ്പോയിലെത്തിയപ്പോണ്ട് നമ്മുടെ KSRTC സൂപ്പർ പ്രീമിയം ഫാസ്റ്റ് അവിടെ കിടപ്പുണ്ട്. ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിനെ ഒന്ന് കണ്ടതിന് ശേഷം കണ്ണൂരേക്ക് പുറപ്പെട്ടു. കണ്ണൂരെത്തുമ്പോൾ നമ്മുടെ കാൾടെക്സിൽ നമ്മുടെ കോക്ടെയിലിൻ്റെ ഷോപ്പ്, KSRTCൻ്റെ ഓപ്പോസിറ്റ്, പിന്നെ കോക്ടെയിൽ ഷോപ്പിലെ തിരക്കാണ് കാണുന്നത്. നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്ക്. അപ്പോൾ ഇരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പോലും ആൾക്കാർ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ്, നല്ല സുഖമുണ്ട് കഴിക്കാൻ. അപ്പം 70 രൂപയാണ്. അപ്പോൾ പുറമേ നിന്ന് വരുന്നവരെല്ലാം ഇത് കഴിക്കാറുണ്ട്. ആൾക്കാർ വെയിറ്റ് ചെയ്ത് പാർസലും മറ്റും വാങ്ങി പോകുന്നത് കാണാം. അപ്പോൾ തൊഴിലാളികളെല്ലാം നല്ല ആക്റ്റീവാണ്. അത് അടിക്കുന്നവരാണെങ്കിലും സപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ക്യാഷ് വാങ്ങുന്നവരാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണെങ്കിലും ഫുള്ള് നല്ല ആക്റ്റീവായ ജോലിക്കാരാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അതേപോലത്തെ തിരക്കാണ്, നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അവരിപ്പോൾ തന്നെ നമുക്ക് കൊണ്ടുത്തരും. അപ്പോൾ നമുക്ക് സാധനം കൈ കിട്ടി. അപ്പോൾ ഞാനത് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. പിന്നെ ഈ ചൂടത്ത് ഞാൻ എനർജറ്റിക്കായി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇത് മുല്ലക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുല്ലക്കര രത്നാകരൻ്റെ നാട്ടിൽ. അപ്പോൾ നമ്മളവിടെ ഷാപ്പിൽ, ഈ ഷാപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഷാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് തന്നെ ഉണ്ടാക്കുന്ന നല്ല സുഭിക്ഷമായ കള്ള്, അതായത് ടേസ്റ്റുള്ള ഫുഡ്, പിന്നെ അവിടുന്ന് തന്നെ ചെത്തിയെടുക്കുന്ന കള്ള്. മുല്ലക്കര രത്നാകരൻ്റെ നാട്ടിലെ മുല്ലക്കര ഷാപ്പ്. ഇത് നമ്മൾ മയ്യിൽ നിന്ന് ഉള്ളിലേക്കുള്ള വഴിയെന്നാണ്. കണ്ണൂർ മയ്യിൽ നിന്ന് ഉള്ളിലേക്കുള്ള വഴിക്കാണ് കേട്ടോ ഈ മുല്ലക്കര എന്ന് പറഞ്ഞ മുല്ലക്കര രത്നാകരൻ്റെ നാട്ടിൽ. അപ്പോൾ നമ്മൾ അവിടുന്ന് കള്ളെല്ലാം കഴിച്ച് അവിടുന്ന് ആ ചേട്ടൻ കപ്പയെല്ലാം കൊണ്ടുതന്നു. കപ്പ, കരിമീൻ, പോർക്ക്, പിന്നെ ഒരുപാട് ഐറ്റം കേട്ടോ. പോർക്ക് കൊണ്ടുവച്ച് നമ്മളങ്ങനെ കുറച്ച് പോർക്കെല്ലാം കഴിച്ച്, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. കരിമീൻ പൂർണ്ണമായിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. കള്ള് ഞാൻ ഒരു ഗ്ലാസ്സേ കഴിച്ചുള്ളൂ. കരിമീനെല്ലാം സൂപ്പറാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടെയുള്ള തെങ്ങുംതോപ്പ്. ഈ തെങ്ങുംതോപ്പ് ഫുള്ള്, ഈ ചുറ്റുവട്ടത്തുള്ള തെങ്ങുംതോപ്പിൻ്റെ അടുത്തു നിന്നാണ് ഈ സംഭവം ചെത്തിയിട്ട് ഇങ്ങോട്ടേക്കിട്ട് കള്ളായിട്ട് വരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ മുല്ലക്കര രത്നാകരൻ്റെ നാട്ടിലെ അടിപൊളി ഷാപ്പിൽ പോയി നമ്മൾ പിന്നെ കള്ളെല്ലാം കഴിച്ച്. അപ്പോൾ അതിൻ്റെ ചോട്ടുനിന്ന്, അത് മധുരക്കള്ളാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പൊടിയിട്ട കള്ളൊന്നുമല്ല. നല്ല ടേസ്റ്റ്. എന്താണോ കള്ള്, അതിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയായി ചുറ്റുവട്ടത്തെ കാഴ്ചകളെല്ലാം കണ്ട്. ഓക്കെ, നിങ്ങളും പോവുക കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.